സ്വയം സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണവുമായി മലയാള സിനിമയിലെ മുഖ്യധാരാ സിനിമകളുടെ ഗോഷ്ഠികളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ചെലവ് കുറഞ്ഞ സിനിമയുമായി മലയാള സിനിമാ ലോകത്തേക്ക് നടന്നു കയറിയ വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. സിനിമയിലെ ക്യാമറ ഒഴികെയുള്ള മറ്റു മേഖലകളെല്ലാം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്താണ് സന്തോഷ് പണ്ഡിറ്റ് സിനിമ നിർമ്മിച്ചിരുന്നത്. ഇപ്പോൾ മമ്മൂട്ടി ചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തുന്നതിലൂടെ മുഖ്യധാരാ സിനിമയുടെ ഭാഗമായും സന്തോഷ് പണ്ഡിറ്റ് മാറി. മലയാളികൾ സന്തോഷ് പണ്ഡിറ്റിനെ കണ്ടുമറന്ന പതിവ് സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ രൂപത്തിൽ സ്റ്റൈലിഷ് ആയിട്ടാണ് സന്തോഷ് പണ്ഡിറ്റ് മമ്മൂട്ടി ചിത്രത്തിലെത്തുന്നത്. മീശയും കീഴ്ചുണ്ടിന് താഴെ ചെറിയ താടിയും കൂളിംഗ് ഗ്ലാസും കളർഫുൾ ഷർട്ടും പാൻസും ഒക്കെയാണ് വേഷം. മുകേഷിനൊപ്പമുള്ള സന്തോഷിന്റെ ഒരു രംഗം ചിത്രീകരിക്കുന്നതിന്റെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. 23 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയാണ് യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സ്ഥിരം സന്തോഷ് പണ്ഡിറ്റ് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പക്വതയുള്ള അഭിനയമാണ് സന്തോഷിൻ്റെതെന്ന് സോഷ്യൽ മീഡിയ സംസാരം. സന്തോഷ് പണ്ഡിറ്റ് അഭിനയിക്കാൻ പഠിച്ചുവെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. സന്തോഷ് പണ്ഡിറ്റിന്റെ പുതിയ ചിത്രമായ ഉരുക്ക് സതീശിന്റെ ചിത്രീകരണം നിർത്തിവെച്ചിട്ടാണ് പണ്ഡിറ്റ് മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയത്. 1 മാസത്തെ ഡേറ്റാണ് ചിത്രത്തിനായി നൽകിയിരിക്കുന്നത്. ഉരുക്ക് സതീശനിൽ ഇരട്ട വേഷത്തിലാണ് സന്തോഷ് പണ്ഡിറ്റ് എത്തുന്നത്. രാജാതിരാജയ്ക്ക് ശേഷം അജയ് വാസുദേവ് ചെയ്ത ചിത്രം ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രീകരിക്കുന്നത്. മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ഒരു മുഴുനീള കഥാപാത്രത്തെയാണ് സന്തോഷ് പണ്ഡിറ്റ് അവതരിപ്പിക്കുന്നത്. കുഴപ്പക്കാരായ കുട്ടികൾ പഠിക്കുന്ന കോളേജിലേക്ക് എത്തുന്ന അതിലും കുഴപ്പക്കാരനായ അധ്യാപകന്റെ വേഷമാണ് മമ്മൂട്ടിക്ക്. ഇതുവരെ പേരിടാത്ത ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് പുലിമുരുകലിലൂടെ സ്വതന്ത്ര തിരക്കഥാകൃത്തായ ഉദയകൃഷ്ണയാണ്. മമ്മൂട്ടി, സന്തോഷ് പണ്ഡിറ്റ്, മുകേഷ് എന്നിവരെ കൂടാതെ ഉണ്ണി മുകുന്ദൻ, ഗോകുൽ സുരേഷ്, മക്ബുൽ സൽമാൻ, പാഷാണം ഷാജി, ബിജുക്കുട്ടൻ, ദിവ്യ ദർശൻ, സുനിൽ സുഗത, കലാഭവൻ ഷാജോൺ, ഗണേഷ് കുമാർ, ക്യാപ്റ്റൻ രാജു, ശിവജി ഗുരുവായൂർ, വരലക്ഷ്മി, പൂനം ബജ്വ, മഹിമ നമ്പ്യാർ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഓണർ റിലീസായി തിയേറ്ററിലെത്തുന്ന ചിത്രം നിർമ്മിക്കുന്നത് റോയൽ സിനിമാസിന്റെ ബാനറിൽ CS മുഹമ്മദാണ്. വിനോദ് ഇല്ലംപള്ളിയാണ് ചിത്രത്തിനായി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ.